എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ ഒരു കമന്റ് വായിക്കാം ആദ്യം. ശ്രീമതി രാജലക്ഷ്മി ആർ 5606 എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കമന്റാണ്. മുമ്പൊക്കെ ഈ ചാനലും നിങ്ങളുടെ സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് സംസാരവും ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം ഓവർ ഡ്രമാറ്റിക് ആൻഡ് ഓവർ സിനിമാറ്റിക് ആയിരിക്കുന്നു. അതുകൊണ്ട് വീഡിയോസ് കാണാൻ ഒട്ടും താല്പര്യം തോന്നുന്നില്ല ജി എന്നാണ് രാജലക്ഷ്മി പറയുന്നത്. അതിന് 4 പേർ ലൈക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. രാജലക്ഷ്മിയുടെ കമന്റിനോട് ഒരാൾ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരാളല്ല, രാജീവ് VVS 4777 എന്ന് പറയുന്ന ഐഡിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കമന്റ് ഇങ്ങനെയാണ്. Pattern, it was rather boring to see through this video. ഉച്ചാരണത്തിൽ എന്തെങ്കിലും പിശകുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമിക്കണം. ആംഗലേയത്തിൽ ഞാൻ കുറച്ച് അധികം പിന്നിലാണ്. എന്തായാലും ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് രാജലക്ഷ്മി പറഞ്ഞിരിക്കുന്ന വീഡിയോ പൂർണ്ണമായും കാണാൻ കഴിയാത്തത്ര വിരസമായിരുന്നു എന്ന് പറയുന്ന ഒരു അഭിപ്രായമാണ് തീർച്ചയായിട്ടും രാജീവിനുമുള്ളത്. രാജീവിനും ഒരു വ്യക്തി ലൈക്ക് കൊടുത്ത് രാജീവിന്റെ അഭിപ്രായത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് യോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ആ അഭിപ്രായം പുലർത്തുന്ന 7 വ്യക്തികളുണ്ടായിരുന്നു. സ്വാഭാവികമായും അവരോട് യോജിക്കുന്ന 8ാമനാണ് ഞാൻ, അവരുടെ ഒപ്പം കൂടുന്ന 8ാമൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ മാത്രമല്ല, കഴിഞ്ഞ 6 കൊല്ലമായി പോങ്ങന്റെ ഭാഗത്ത് നിന്ന് വിനോദമോ വിജ്ഞാനമോ ലഭിക്കുന്ന ഒരു വീഡിയോയും സംഭവിച്ചിട്ടില്ല എന്നും വിരസത മാത്രമാണ് പോങ്ങനിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരുന്നതെന്ന് ഉള്ള ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് 17 മുതൽ 16 വരെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കമന്റ് ബോക്സിൽ പലർക്കും അത് മനസ്സിലായി. രാമായണ മാസമാണ്, അപ്പൊ അതാണ് പോങ്ങൻ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ട് അവർ ചിന്തിച്ചിട്ടുണ്ടാവും, രാവിലെ കരിക്കകത്തമ്മയൊക്കെ പോയി കണ്ടു വരുന്ന വരവ് കാണുമ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള രാമായണ മാസം മുഴുവൻ പോങ്ങൻ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചോ അതല്ലെങ്കിൽ വിശ്വാസ സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ചോ ആയിരിക്കും സംസാരിക്കുക എന്ന്. അങ്ങനല്ല, യഥാർത്ഥത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് എന്ന് പറയുന്നത് അടുത്ത 31 ദിവസത്തേക്ക്, അതായത് രാമായണ മാസം മുഴുവൻ മോശം വാക്കുകൾ കൊണ്ട്, തെറി എന്നൊക്കെ പറയുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന നിലയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ മനുഷ്യരെ മനപ്രയാസപ്പെടുത്തുകയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിനായിട്ടുള്ള ഒരു പരിശ്രമം പോങ്ങന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കും എന്ന് പറയാനാണ് വന്നത്. അതോടൊപ്പം തന്നെ പോങ്ങനൊരു ചെറിയ ഇടവേള വേണം. കാരണം രാജലക്ഷ്മിയും രാജീവും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പോങ്ങൻ ശരിക്കും പറഞ്ഞാൽ വല്ലാതെ വിരസത പകരുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ള തോന്നൽ, തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ബോധ്യം വന്നപ്പോൾ അതിന് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാമായണ മാസമാണ്. തീർച്ചയായിട്ടും പോങ്ങൻ ഈ സമയം ഇടവേളയ്ക്ക് പോകുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു സംസാരം തുടങ്ങി വെച്ചത്. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഒരുമിച്ച് പറഞ്ഞു തീർക്കാൻ താല്പര്യം തോന്നാതിരുന്നത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് ഞാൻ മുറിക്കുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വിരസത എഡിറ്റ് ചെയ്യാൻ പോലും കഴിയാത്തത്ര വിരസത ഞാൻ എനിക്ക് തന്നെ പകരുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളെ അത്തരം പ്രയാസത്തിൽ ആഴ്ത്തരുതെന്നുള്ള വിചാരം കൊണ്ടാണ് ഞാനത് ഇന്നലെ അവിടെ കഷ്ണിച്ചിട്ടത്. ഇന്ന് ഞാൻ അതിന്റെ സാങ്കത്യം എന്തായിരുന്നു ആ വീഡിയോയുടെ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും രാജലക്ഷ്മി പറഞ്ഞതുപോലെ, രാജീവ് ഏറ്റു പറഞ്ഞതുപോലെ, പോങ്ങൻ യോജിച്ചതുപോലെ പോങ്ങൻ ഒരു ഇടവേള ആവശ്യമായിട്ട് വരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 6 കൊല്ലത്തെ മാത്രമല്ല, ഏതാണ്ട് 20ഓളം വർഷമായിട്ട് സാമൂഹ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് പോങ്ങൻ. തൊഴിൽപരമായിട്ട് വെബ് ഡിസൈനിങ് ആണ് തുടങ്ങി വെച്ചത്. ഏതാണ്ട് KB കണക്കിന് കിട്ടുന്ന ഡേറ്റ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അതിനുവേണ്ടി കാത്തിരുന്നുകൊണ്ട് വെബ് പേജിലേക്ക് ആണ്ടുമുഴുകി നോക്കിക്കൊണ്ടിരുന്ന ടെക്സ്റ്റ് പോലും ലോഡായി വരാൻ സമയമെടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ നമുക്ക്, അല്ലെ? കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ജെൻസി കുട്ടികൾക്ക് അതറിയാൻ സാധ്യതയില്ല. അതിനു മുന്നേ വെബ് പേജിന്റെ ലോഗോ, ഒരു പേജിന്റെ, ഒരു കമ്പനിയുടെ ഒരു ലോഗോ കഷ്ണമായിട്ട്, നുറുങ്ങ് കഷ്ണങ്ങളായിട്ട് ലോഡായി വരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പൂ വിരിയുന്നത് പോലെ ലോഗോകൾ വിരിയുക, ചിത്രങ്ങൾ വിരിയുക. കാരണം അത്രമാത്രം ശക്തി കുറഞ്ഞായിരുന്നു ഇന്റർനെറ്റ് നമ്മുടെ കമ്പ്യൂട്ടറുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം മുതൽ ഈ സാമൂഹ്യ മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമൂഹം എന്ന് പറയുന്നത് വിഡ്ഢികളുടെ ഒരു പറ്റമാണ്, വിഡ്ഢികളുടെ ഒരു കൂട്ടമാണ് എന്നുള്ളതാണ്. സമൂഹം വിഡ്ഢികളുടെ കൂട്ടമാണ് എന്ന് പറയുമ്പോൾ ഒരു വലിയ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ മനുഷ്യനെയും എടുക്കുമ്പോൾ എല്ലാവരും നല്ല ബുദ്ധിശാലികളാണ്, സമർത്ഥനാണ്, കൗശലം, കുശാഗ്രത എല്ലാം ഉള്ളവരാണ്. പക്ഷേ കൂട്ടമാകുമ്പോൾ, സമൂഹമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിഡ്ഢികളുടെ ഒരു കൂട്ടമായിട്ട് മാറുകയാണ് സമൂഹം എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് ബുദ്ധിയുള്ളവരാവുക, കൂട്ടം ചേരുമ്പോൾ വിഡ്ഢികളാവുക, ഇതാണ് സമൂഹം എന്ന് പറയുന്ന തിരിച്ചറിവ് എന്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ വല്ലാതെ പരിഭ്രമിച്ചു പോയി. ഈ സമൂഹത്തിന്റെ ഭാഗമാകണമല്ലോ എന്ന് ഓർക്കുമ്പോണ്ടാവുന്ന അസ്വസ്ഥത, ആ അസ്വസ്ഥത കൊണ്ടാണ് കഴിഞ്ഞ 6 വർഷക്കാലം ഞാൻ തുടർച്ചയായിട്ട് വിരസത പകർത്തുകൊണ്ടിരുന്നത്. പിന്നെ പോങ്സ്കൃതത്തിലാണല്ലോ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായിട്ടും എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചാൽ, പോങ്സ്കൃതം നമുക്ക് അത്ര പരിചിതമായിട്ടുള്ള ഒരു ഭാഷയല്ല. പോങ്സ്കൃതം എന്ന് പറയുന്ന ഭാഷ മലയാളത്തിൽ നിന്നാണ് വാക്കുകൾ കടമെടുക്കുന്നത്. അതിനകത്ത് ചില വാക്കുകളിൽ യഥാർത്ഥ മലയാള അർത്ഥത്തെ ചോർത്തിക്കളഞ്ഞിട്ട് ഈ
പോങ്ങൻ അതിനകത്ത് പോങ്സ്കൃതത്തിൽ പുതിയൊരു അർത്ഥം നിറയ്ക്കുകയാണ്. അപ്പോൾ പോങ്സ്കൃതം അറിയാത്തവർ തീർച്ചയായിട്ടും അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ തെറ്റായിട്ട് മനസ്സിലാക്കും. അവർ പോങ്സ്കൃതം കടമെടുത്ത ആ മലയാള പദത്തിൽ മലയാള അർത്ഥം തന്നെ കാണുമ്പോഴാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ എല്ലാം കൂടി വന്നപ്പോൾ എനിക്ക് തിരിച്ചറിവുണ്ടായി, ഈ പരിപാടി നിർത്തേണ്ട സമയമായി, പോങ്ങൻ ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. അപ്പൊ കുറച്ച് നാളായിട്ട് ഒരു തക്കം പാർത്തിരിക്കുകയായിരുന്നു ഇടവേളയ്ക്ക് വേണ്ടി. തീർച്ചയായിട്ടും അത് ഈ രാമായണ മാസം തന്നെ ഞാൻ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് 17 മുതൽ 16 വരെ പോങ്ങൻ എന്ന് പറയുന്ന ഈ പ്രതികരണ തൊഴിലാളി നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറുകയാണ് എന്ന് പറയാൻ വേണ്ടി ആ ഇടവേള എടുക്കൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതിന്റെ ഒരു രസം, അതൊരു വിരസതയിലൂടെ നിങ്ങൾക്ക് പകരാനുള്ള പരിശ്രമമായിരുന്നു ഇന്നലത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത്. ധാരാളം ആളുകൾക്ക് അത് വിരസത പകർന്നു. രാജലക്ഷ്മിക്കും രാജീവിനും മാത്രമല്ല, ഏതാണ്ട് 10 പേർ സഹിക്കാൻ വയ്യാതെ അൺസബ്സ്ക്രൈബ് ചെയ്തു പോയി. തീർച്ചയായിട്ടും പോങ്ങൻ ഇടവേള എടുക്കുകയാണ്. ഇടവേള എടുക്കുന്നു എന്ന് പറയുമ്പോൾ വീഡിയോകൾ ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാ ദിവസവും വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഈ ചാനലിൽ നിന്ന് എല്ലാ ദിവസവും വീഡിയോകൾ സംഭവിക്കും എന്നുള്ളതാണ് ആ ഇടവേളയുടെ പ്രത്യേകത. പക്ഷെ പോങ്ങൻ ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക, മൂഢനായിരിക്കും. പോങ്സ്കൃതവുമായി പോങ്ങൻ ഇടവേളയിലേക്ക് പോകുമ്പോൾ മൂഢമലയാളവുമായി മൂഢൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് പോങ്ങൻ പറയുന്നത്. എല്ലാ ദിവസവും എത്തും. പോങ്ങൻ സാമൂഹിക കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ മൂഢൻ നിങ്ങളോട് പറയുന്നത് പോങ്ങനെ കുറിച്ചാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ പോങ്ങനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പലരും ചോദിച്ചിട്ടുണ്ട്, പോങ്ങ നീ ആരാണ്? സമൂഹത്തെ കുറിച്ച് പറയാൻ നീ ആരാണ്? ദേശത്തെ കുറിച്ച് പറയാൻ നീ ആരാണ്? ഹിന്ദുവിനെ കുറിച്ച് പറയാൻ നീ ആരാണ്? ആത്മീയതയെ കുറിച്ച് പറയാൻ നീ ആരാണ്? ഭക്തിയെയും വിശ്വാസത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ നീ ആരാണ് പോങ്ങ എന്ന് എന്നോട് പലരും ചോദിച്ചു. പോങ്ങനെ കേട്ട പലരും. സ്വാഭാവികമായിട്ടും ഒരാൾ എന്നോട് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് അയാളോട് പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. പക്ഷേ ഞാൻ ആരാണ് എന്ന് എനിക്ക് പോലും കൃത്യമായ നിശ്ചയമില്ലാതെ വരുമ്പോൾ, എനിക്കൊരു പപ്പുവിന്റെ കഥാപാത്രം പോലും എന്റെ മുന്നിലില്ല, ഞാൻ ആരാണ് എന്ന് ഞാൻ ആരോടെങ്കിലും ചോദിച്ചാൽ ഞാൻ ആരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്ന ഒരു പപ്പുവിൻ കഥാപാത്രം എന്റെ മുന്നിൽ ഇല്ലാതെ പോയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ആ ഒരു കാര്യം മൂഢനെ ഏൽപ്പിക്കുകയാണ്. മൂഢനാണ് ഇനി സംസാരിക്കുക. പോങ്ങനെ കുറിച്ച് മൂഢൻ നിങ്ങളോട് പറയും. പിന്നെ പോങ്ങൻ മൂഢൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോങ്ങുമൂട് നിവാസിയായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്കൊന്നും അല്ലാന്നേ ഞാൻ ഈ ഒരു പേര് സ്വീകരിച്ചത്. പോങ്ങൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ആ പോങ്ങുമൂടൻ എന്ന് പറയുന്ന പേര് തിരഞ്ഞെടുക്കുമ്പോൾ പോങ്ങുമൂട് എന്ന് പറയുന്ന പ്രദേശത്തേക്കാൾ അതിനുള്ളിലുള്ള ആ പോങ്ങൻ മൂടൻ എന്ന് പറയുന്ന 2 പദങ്ങളെ, അത് പ്രതിനിധീകരിക്കുന്ന ആ അർത്ഥങ്ങളെ, അതെന്റെ സ്വഭാവത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും സൈദ്ധാന്തികതയുടെയും ഭാഗമാണെന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് പോങ്ങുമൂടനായത്. അതുകൊണ്ട് പോങ്ങൻ മാറി നിൽക്കുമ്പോൾ മൂടൻ മൂഢമലയാളവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. പോങ്ങൻ കുറച്ച് കാര്യങ്ങൾ പറയും, മൂടൻ കുറച്ച് കാര്യങ്ങൾ പോങ്ങനെ കുറിച്ച് പറയും. കാരണം ഒരുപാട് നിലയിൽ പോങ്ങൻ എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ച കാര്യങ്ങളെയൊക്കെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ ഏറ്റവും അടുത്ത നാളിൽ ഏറ്റവും കൂടുതൽ പോങ്ങൻ തെറിവിളി മേടിച്ചിട്ടുള്ളത് ആരിഫ് ഹുസൈനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. ആരിഫ് ഹുസൈനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചീത്ത പറഞ്ഞു, വിരോധ ബുദ്ധിയോടെ, വെറുപ്പോടുകൂടി. പോങ്ങനോടുള്ള വ്യക്തിപരമായ വെറുപ്പല്ല, മറ്റുള്ളവരുടെ വെറുപ്പ് നേടാൻ പാകത്തിനുള്ള വലിപ്പം പോങ്ങനില്ല. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ആരിഫിനോടോ അതല്ലെങ്കിൽ പോങ്ങന്റെ വിഷയത്തിലൂടെ പരാമർശിക്കപ്പെടുന്ന വ്യക്തികളോട് കൂറുള്ള മനുഷ്യർ സ്വാഭാവികമായിട്ടും പോങ്ങൻ അവരെക്കുറിച്ച് മോശമായി എന്തോ പറഞ്ഞു എന്ന് പറയുന്ന തെറ്റിദ്ധാരണയുടെ പുറത്ത്, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ പോങ്ങന് നേരെ നിലകൊള്ളുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ അതുപോലുള്ള കാര്യങ്ങൾ കൂടി എനിക്കൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. എവിടെയൊക്കെ എനിക്ക് പിഴച്ചു പോയി, എവിടെയൊക്കെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി, അതെല്ലാം സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കാരണം സാമൂഹിക കാര്യങ്ങൾ മാത്രം നിരന്തരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സമൂഹത്തിന് എന്നെ തിരിച്ചറിയാൻ മാത്രമുള്ള സുപ്രസിദ്ധി ഞാൻ കൈവരിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ സമൂഹത്തിന് മുന്നിൽ സുപ്രസിദ്ധനല്ലാത്ത ഒരു വ്യക്തി സാമൂഹ്യ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ആരാണ് എന്നവർ ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അവരുടെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മോശപ്പെട്ട ഒരു കാര്യമാണ്. പോങ്ങന്റെ മനോഭാവം എന്താണ് എന്നുള്ളത് മൂഢൻ പറയും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം എങ്കിലും നിങ്ങളൊന്ന് കല്ലേറ് തരാതെ പോങ്ങനെ ഒന്ന് കേൾക്കണം. എച്ചിലൊന്നും തരണ്ട, എല്ലും കഷ്ണവും വേണ്ട, തീറ്റ തരണ്ട. അതെന്റെ പോറ്റിമാരുണ്ട്, എന്റെ രക്ഷകർത്താക്കളുണ്ട്, അവർ ചെയ്തോളും. നിങ്ങൾ പോങ്ങനെ ഒന്ന് വിശ്വസിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി. എനിക്ക് ഒരു ദുഷ്ടലാക്കുമില്ല. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്നിനും വരില്ല. ഞാൻ നേതാവാകാൻ വരില്ല, നയിക്കാൻ വരില്ല, എനിക്ക് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടിയും വരില്ല, ഒരു കള്ളത്തരവും ഇല്ല. അതുകൊണ്ട് പറയാണ്, എനിക്ക് സമയമുള്ളത് കൊണ്ട് മാത്രം